സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും കേരളമേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചെയ്യുന്ന ജോലിയേക്കാൾ പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്ന പുരുഷ കേന്ദ്രീകൃത സംവിധാനങ്ങളായി ഈ നാട്ടിലെ കലാസാംസ്കാരിക മേഖലകൾ മാറുകയാണ്. സിനിമാ സെറ്റുകളിലെ ചൂഷണങ്ങൾ, IFFKയിലെ ലൈംഗിക ആരോപണം, ഏറ്റവും ഒടുവിൽ കൊച്ചി ബിനാലയിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി. ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റായിരുന്ന ബോസ് കൃഷ്ണമാചാരിയുടെ രാജിക്ക് വഴിവെച്ചത് ഒരു യുവതി ഉന്നയിച്ച പരാതിയാണ്. എന്താണ് ബിനാലയ്ക്കിടെ ഫോർട്ട് കൊച്ചിയിലെ അപ്പാർട്ട്മെൻറ്റിൽ സംഭവിച്ചത്? ബോസിനെതിരായ പരാതിയുടെ വാസ്തവം എന്താണ്? ഇതോടൊപ്പം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നവവധുവിനെ മർദ്ദിച്ച് വാരിയിൽ അടിച്ചൊടിച്ച ഭർത്താവിൻ്റെ ക്രൂരതകളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചത് എന്തിനാണ്? കോ ഫൗണ്ടറായിരുന്ന റിയാസ് കോമുവിനെ പോലെ ബോസിന്റെ കസേര തെറിച്ചതും പീഡന പരാതിക്ക് പിന്നാലെയാണോ? കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിവെച്ചതെന്ന അയാളുടെ വിശദീകരണം പച്ചക്കള്ളമായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ബിനാലയിലെ ലൈംഗികാരോപണം പുറത്തുവരുന്നത്. ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി. ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന യുവതി ICCക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് രാജിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം ബിനാലെ ചെയർമാൻ വേണു വാസുദേവൻ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ബോസ് കൃഷ്ണമാചാരി ആരോപണം നിഷേധിക്കുകയാണ്. വർഷങ്ങളായി ബിനാലെയുടെ മുഖമായിരുന്ന കൃഷ്ണമാചാരിക്കെതിരെയാണ് ലൈംഗികാരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ബോസിനു കീഴിലെ ബിനാലെ ഫൗണ്ടേഷന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന യുവതിയാണ് പരാതിക്കാരി. ബിനാലെയുടെ ഇന്റേണൽ കമ്മിറ്റിക്കാണ് പരാതി ലഭിച്ചത്. ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നുമാണ് പരാതി. 2025 ഡിസംബർ 28-നായിരുന്നു സംഭവം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ വേണു വാസുദേവൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഫൗണ്ടേഷന്റെ ICCക്ക് മുന്നിൽ കൃഷ്ണമാചാരിക്കെതിരെ ലൈംഗിക പീഡന പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതികരണം. പരാതി ലഭിച്ചതോടെ പോഷ് നിയമപ്രകാരം ബോസ് കൃഷ്ണമാചാരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ICC നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്കിപ്പം ഈ സ്റ്റേജിൽ പറയാൻ പാടുള്ളൂ. നമുക്കതൊക്കെ മനസ്സിലായ കാര്യമല്ലേ. പോഷ് പ്രകാരം ആയിരിക്കുമല്ലോ കേസ് എടുത്തിട്ടുണ്ടാവും. ICCക്കാണ് പരാതി. പോഷ് ആക്ടിന്റെ കീഴിലുള്ള ICCക്കാണ് പരാതി പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പോഷ് ആക്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പരാതി ലഭിച്ചാൽ വർക്ക് പ്ലേസിൽ നിന്നും അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ സാഹചര്യം വരാൻ പാടില്ല എന്നുള്ളത് ആക്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. അതേസമയം ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് ബോസ് കൃഷ്ണമാചാരി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വ്യാജവും അപകീർത്തികരവുമായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ ഇതിനകം ഉചിതമായ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തന്റെ പേരിൽ ഒരു പരാതിയും അധികാരികളുടെ മുന്നിൽ നിലനിൽക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് തന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും ബോസ് കൃഷ്ണമാചാരി പ്രതികരിച്ചു. ICCക്ക് പരാതി നൽകിയെങ്കിലും യുവതി ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ജനുവരി 14-നാണ് ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചത്. കൊച്ചി മുസൂറിസ് ബിനാലെയുടെ സ്ഥാപകരിൽ ഒരാളായ ബോസ് കൃഷ്ണമാചാരി 2018-ലെ ആദ്യ ബിനാലെയുടെ സഹ ക്യൂറേറ്ററായിരുന്നു. ബിനാലെയുടെ വളർച്ചയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് ബോസ് കൃഷ്ണമാചാരി. മറ്റൊരു കലാകാരനായ റിയാസ് കോമുവുമായി ചേർന്നാണ് കൊച്ചി മുസൂറിസ് ബിനാലെയ്ക്ക് ബോസ് കൃഷ്ണമാചാരി തുടക്കമിട്ടത്. 2018-ൽ റിയാസ് കോമുവും കൊച്ചി ബിനാലെയിൽ നിന്ന് രാജിവെച്ചത് ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ്. ന്യൂസ് 18 കൊച്ചി. ഭാര്യ എന്നാൽ അടിമയാണെന്നാണ് നമ്മുടെ നാട്ടിലെ ചില ആണുങ്ങളുടെ വിചാരം.
ഭർത്താവിനോട് പറയാതെ വീടിന് പുറത്തു പോകാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല. ഇനി പറയാതെ എന്തെങ്കിലും ചെയ്താലോ ഭർത്താവിൻ്റെ വക ശകാരവും ക്രൂര മർദ്ദനവും ഏൽക്കേണ്ടി വരും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നവവധുവിനെ മർദ്ദിച്ച് വാരിയെല്ലാം അടിച്ചൊടിച്ച ഭർത്താവിൻ്റെ ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചെമ്പഴന്തി സ്വദേശി ആസിഫാണ് ഭാര്യ അറഫയെ തല്ലിച്ചതച്ചത്. യുവതിയുടെ പരാതിയിൽ ഭർത്താവ് ആസിഫിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 25-നായിരുന്നു ആസിഫും അറഫയും തമ്മിലുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം മുതൽ തുടങ്ങിയ ദേഹോപദ്രവം പിന്നീട് ക്രൂരമായ ആക്രമണത്തിലേക്ക് മാറി. കഴിഞ്ഞ 17-ന് അറഫയുടെ ഉമ്മയുടെ സഹോദരിയെ ഫോണിൽ വിളിച്ചു എന്ന കാരണത്താൽ പ്രകോപിതനായ പ്രതി വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് അറഫയെ 2 കവിളുകളിലും പലതവണ അടിച്ചു. തുടർന്ന് വലത് കാൽമുട്ട് ചവിട്ടി ഒടിക്കുകയും മേശപ്പുറത്തിരുന്ന സ്പ്രേ കുപ്പി കൊണ്ട് നെഞ്ചിലും വാരിയലിലും തുടർച്ചയായി മർദ്ദിക്കുകയും ചെയ്തു. ക്രൂരമർദ്ദനത്തിൽ യുവതിയുടെ വാരിയെല്ല് പൊട്ടി. അറഫയുടെ വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ആസിഫിനെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കോതമംഗലം ചേലാടിന് സമീപം കള്ളാടെന്ന കൊച്ചു ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടുണ്ട്. ഇവിടെ എത്തിയാൽ 2 വർഷം മുൻപ് നടന്ന ഒരു അരുംകൊലയുടെ നടുക്കുന്ന കഥകൾ കേൾക്കാം. 2024 മാർച്ച് 25-ന് പട്ടാപ്പകലാണ് സാറാമ എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. എന്നാൽ ആരാണ് കൊലയാളിയെന്നോ എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നോ വ്യക്തമല്ല. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഒട്ടേറെ പേരെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഒരു തുമ്പും ലഭിച്ചില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടും അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. ചേലാട് കള്ളാട് സ്വദേശിനി സാറാമ ഏലിയാസ് പട്ടാപ്പകൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട് 2 വർഷമായിട്ടും കൊലയാളിയെ കണ്ടെത്താനായിട്ടില്ല. 2024 മാർച്ച് 25-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കഴുത്തിനുൾപ്പെടെ വെട്ടേറ്റായിരുന്നു മരണം. കൊലപാതക സമയം സാറാമ വീട്ടിൽ തനിച്ചായിരുന്നു. ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കവർച്ചയ്ക്കായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. ലോക്കൽ പോലീസ് അന്വേഷിച്ച് ഫലമില്ലാതെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും പുരോഗതിയില്ലാത്തതിനാൽ CBI അന്വേഷണം ആവശ്യവും ശക്തമാണ്. സംശയനിഴലിലായ ചിലരെ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ആയിരക്കണക്കിന് ഫോൺ നമ്പർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. എന്നാൽ ഇതുവരെയും പുരോഗതിയൊന്നുമില്ലാതെ അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. അന്വേഷണത്തിന് തുടക്കത്തിലുണ്ടായ വീഴ്ചകൾ കൊലയാളിലേക്ക് എത്തുന്നതിൽ തിരിച്ചടിയായതായി പോലീസിൽ തന്നെ വിലയിരുത്തലുണ്ട്. സമീപവാസിയായ ഏതാനും അതിഥി തൊഴിലാളികളെയും നാട്ടുകാരിൽ ചിലരെയും കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ അന്വേഷണം കൊലയാളിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം. കോതമംഗലം മേഖലയിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന മറ്റ് 2 വീട്ടമ്മമാരുടെ കൊലപാതക കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ചുരുളഴിയാത്തതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. 2009 മാർച്ച് 11-ന് ചെറുവട്ടൂരിൽ അങ്കണവാടി അധ്യാപിക കരിപ്പാലക്കുടി നിനി ബിജുവും 2021 മാർച്ച് 7-ന് അയിരൂർപ്പാടത്ത് ആമിന അബ്ദുൽ ഖാദറും കൊല്ലപ്പെട്ട കേസുകളിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നത്. നിനി സമീപത്തെ തോട്ടിൽ കുളിക്കാൻ പോയപ്പോഴും ആമിന സമീപത്തെ പാടത്ത് പുല്ലുപറിക്കാൻ പോയപ്പോഴുമായിരുന്നു കൊലപാതകം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഫലമുണ്ടാകാത്തതിനാൽ 2 കേസുകളും CBIക്ക് വിടണമെന്ന് ആവശ്യമുയർന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കോതമംഗലം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നമ്മുടെ നാട്ടിൽ എത്ര രൂപ ശമ്പളം കാണും?
ആറക്ക ശമ്പളമില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് മോഷണത്തിനിറങ്ങേണ്ട കാര്യമുണ്ടോ? എന്നാൽ ആഡംബരവും കുത്തഴിഞ്ഞ ജീവിതവും ചിലരെ മോഷ്ടാവാക്കാം. അതായിരിക്കാം മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ ടെക്കി യുവാവിന് സംഭവിച്ചത്. കോട്ടക്കലിൽ വയോധികയെ തലക്കടിച്ച് വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പിടികൂടിയപ്പോൾ നാട്ടുകാരെല്ലാം അമ്പരന്നുപോയി. വയോധികയുടെ അയൽവീട്ടിൽ താമസിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹരികൃഷ്ണനെ പോലീസ് പിടികൂടിയത് വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ്. ഇയാൾ കൂടുതൽ കവർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോട്ടക്കൽ തോക്കാമ്പാറയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി വൃദ്ധയെ ആക്രമിച്ച് കീഴടക്കി സ്വർണം കവർന്ന കേസിലെ പ്രതിയെ കണ്ട് നാട്ടുകാർ അമ്പരന്നിരിക്കുകയാണ്. അയൽവാസിയായ യുവാവ് തന്നെയാണ് മോഷ്ടാവ്. തോക്കമ്പാറ സ്വദേശി കൊച്ചമ്മൽ ഹരികൃഷ്ണൻ എന്ന 31-കാരനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഹരികൃഷ്ണൻ. ഇക്കഴിഞ്ഞ ജനുവരി 27-നാണ് കേസിനാസ്പദമായ സംഭവം. തോക്കമ്പാറ സ്വദേശിനിയായ രുക്മിണി എന്ന 70-കാരിയാണ് അക്രമത്തിനിരയായത്. പകൽ രുക്മിണിയമ്മ ഒറ്റയ്ക്കായിരുന്ന സമയം ഹരികൃഷ്ണൻ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വയോധികയെ തലക്കടിച്ച് വീഴ്ത്തി സ്വർണം കവരുകയുമായിരുന്നു. കവർച്ച ചെയ്ത സ്വർണം കോട്ടക്കലിൽ തന്നെയുള്ള 2 സ്ഥാപനങ്ങളിലായി പണയം വെച്ചിരുന്നു. ഈ സ്വർണം പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇടയ്ക്ക് യാത്ര ചെയ്യുന്നവരാണോ? ഇങ്ങനെ വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലെ ലോക്കറിലാണോ സൂക്ഷിക്കുന്നത്? അതോ വീട്ടിൽ തന്നെയാണോ വയ്ക്കാറുള്ളത്? ഇക്കാലത്ത് എത്ര അടച്ചുറപ്പുള്ള വീടാണെങ്കിലും അല്പം ജാഗ്രത വേണം കേട്ടോ. കോഴിക്കോട് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിൻ്റെ വീട്ടിൽ മോഷണം നടന്ന കേസിലേക്കാണ്. കോഴിക്കോട് അഴകുടി ക്ഷേത്രത്തിന് സമീപം അടച്ചിട്ട വീട് കുത്തി തുറന്നാണ് 21 പവൻ സ്വർണം കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കാവ് പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി വിനോദ് ഭട്ടതിരിപ്പാടും ഭാര്യയും കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് മോഷണം. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ കുത്തിത്തുറന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുകളിലത്തെ നിലയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 21 പവൻ സ്വർണമാണ് നഷ്ടമായത്. എന്നാൽ സ്വർണത്തോടൊപ്പം സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വാച്ചും മൊബൈൽ ഫോണും നഷ്ടമായിട്ടില്ല. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീടിനടുത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. വീട്ടിൽ സ്വർണം സൂക്ഷിക്കരുതെന്ന് എത്ര പറഞ്ഞാലും മലയാളികൾ പാഠം പഠിക്കില്ല. കള്ളന്മാർ നാട്ടിൽ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. അടച്ചിട്ട വീടുകൾ നോക്കി വെച്ചാണ് മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്. കണ്ണൂർ കുറ്റൂരിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് 62 പവൻ സ്വർണമാണ് കവർന്നത്. കുറ്റൂർ സ്വദേശിനി നഫീസിയുടെ വീടിൻ്റെ പിൻവാതിൽ തകർത്താണ് കള്ളനകത്ത് കയറിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കുറ്റൂരിലെ നഫീസ മൻസലിൽ VU നഫീസയുടെ വീട്ടിലാണ് മോഷണം. നഫീസയും മകനും പെരുന്നാൾ ദിനത്തിൽ അഞ്ചരക്കണ്ടിയിലെ വീട്ടിലേക്ക് പോയിരുന്നു. ചൊവ്വാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. 62 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. പിൻവശത്ത് കിണറിനോട് ചേർന്ന വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്ന് പോലീസ് പറയുന്നു. മുറിക്കകത്തെ അലമാരയ്ക്കുള്ളിലെ ബാഗിലാണ് സ്വർണ്ണാഭരണങ്ങൾ വെച്ചിരുന്നത്. അലമാര പൊളിച്ച് ബാഗിൽ നിന്നും സ്വർണമെടുത്ത ശേഷം ബാഗ് മുറിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മുറിക്കകത്ത് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വിരലടയാള വിദഗ്ധരും പോലീസ് നായും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപ പ്രദേശത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പയ്യന്നൂർ DYSP L ഷൈജുവിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം SHO TK മുകുന്ദൻ, SI സവ്യ സാച്ചി, ക്രൈം സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചത്. ന്യൂസ് 18 പയ്യന്നൂർ. തിരുവനന്തപുരം വർക്കലയിൽ മയക്കുമരുന്ന് മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. വീടുകളിൽ കയറി ആക്രമണം നടത്തിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ആശങ്കയുണ്ട് പലർക്കും. 2 വീടുകളിൽ അതിക്രമിച്ചു കയറി ബുള്ളറ്റും ഓട്ടോറിക്ഷയും അടിച്ചു തകർത്ത കേസിൽ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ അയിരൂർ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബവും നാട്ടുകാരും. മൂന്ന് ദിവസം മുൻപാണ് രാത്രിയിൽ 2 വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. അർദ്ധരാത്രിയിൽ ജോളി എന്നയാളുടെയും ഓട്ടോ ഡ്രൈവർ ഷാജിയുടെയും വീടുകളിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നു. എന്നാൽ കേസിലെ പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ലഹരി ഉപയോഗിച്ച് ചാവടിമുക്ക് ജംഗ്ഷന് സമീപത്ത് സ്ത്രീകളെയും നാട്ടുകാരെയും അസഭ്യം പറഞ്ഞ സമീപവാസിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച വൈരാഗ്യത്താലാണ് ആക്രമണമെന്നാണ് പരാതി. പ്രതി പ്രദേശത്ത് തന്നെയുള്ള വിവരം അയിരൂർ പോലീസിൽ നിരവധി തവണ അറിയിച്ചിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിയില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണിവർ. പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്താൽ വീണ്ടും വീട് കയറി ആക്രമണം നടത്തുമോ എന്നാണ് പരാതിക്കാരുടെ ആശങ്ക. സംഭവത്തിൽ നാട്ടുകാരും അയിരൂർ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 വിദേശികൾക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. 2 കേസുകളിലും പ്രതികൾ പിടിയിലായെങ്കിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷ വലിയ വെല്ലുവിളിയാണ്. സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽ സംഘങ്ങളും നാടിൻ്റെ സ്വൈര്യ ജീവിതം തകർക്കുന്ന കാഴ്ച. ഈ പ്രദേശങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ മതിയായ പോലീസിനെ നിയമിക്കാൻ പോലും അധികൃതർ തയ്യാറാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പാപനാശം, സൗത്ത് ക്ലിഫ്, തിരുവമ്പാടി ബീച്ച് എന്നീ മേഖലകളിലാണ് വിദേശ സഞ്ചാരികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്. എന്നാൽ ഇവിടങ്ങളിൽ സുരക്ഷ ഒരുക്കുവാനായി വിരലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണുള്ളതെന്നാണ് പരാതി. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 വിദേശ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടന്നത്. ഈ സംഭവങ്ങളിൽ തമിഴ്നാട് സ്വദേശിയും വർക്കല സ്വദേശിയും പിടിയിലായിരുന്നു. വർക്കല പോലീസ് സ്റ്റേഷനിലും ആവശ്യത്തിന് പോലീസുകാരില്ല. DYSPയും SHOയുമാണ് നിലവിൽ ഇവിടെയുള്ളത്. പോലീസുകാരുടെ എണ്ണക്കുറവ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ശനി, ഞായർ ദിവസങ്ങളിൽ വർക്കലയിലേക്കുള്ള ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ട്. ലഹരി മരുന്ന് മാഫിയയുടെ പ്രവർത്തനവും അനധികൃത സ്പാകളും മേഖലയിൽ സജീവമാണെങ്കിലും പരിശോധന കാര്യക്ഷമമല്ല. ആലിയിറക്കം ബീച്ച്, പാപനാശം ബീച്ച്, തിരുവമ്പാടി ബീച്ച്,
സൗത്ത് ക്ലിഫ് തുടങ്ങി 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇവിടെ ഓടിയെത്താൻ ആകെ 5 ടൂറിസം പോലീസുകാർ മാത്രമാണുള്ളത്. വനിതാ ടൂറിസം പോലീസിന്റെ സാന്നിധ്യവും ഈ ഭാഗങ്ങളിൽ ഉണ്ടാകാറില്ല. ഈ മേഖലകളിൽ അക്രമമുണ്ടായാൽ ടൂറിസം പോലീസിലെത്താൻ വാഹന സൗകര്യവും നിലവിലില്ല. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തി റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുന്ന നിരവധി ക്രിമിനൽ സംഘങ്ങളെ പലതവണ പിടികൂടിയിട്ടുണ്ട്. അതേസമയം ടൂറിസം പോലീസിനെതിരെയുള്ള അക്രമങ്ങളും പതിവാകുകയാണ്. ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വർക്കല. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ UDF നേതാവിൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വിവാദവും പ്രതിഷേധവും ആളിക്കത്തുകയാണ്. കായംകുളം UDF കൺവീനർ ഇർഷാദ് നടത്തിയ മോശം പരാമർശം എങ്ങനെയാകും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഇത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് പ്രതികരിച്ച യു പ്രതിഭ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകാനാണ് പ്രതിഭയുടെ തീരുമാനം. വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീരഴക് കൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നായിരുന്നു UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പ്രതിഭ MLA ആയിരുന്നപ്പോൾ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമായി ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനവും ചെയ്തിട്ടില്ലെന്ന് വിമർശിച്ചുകൊണ്ടാണ് ഇർഷാദ് വിവാദ പരാമർശം നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകുമെന്ന് കായംകുളം MLAയും LDF സ്ഥാനാർത്ഥിയുമായ യു പ്രതിഭ പറഞ്ഞു. തനിക്കെതിരായ പരാമർശം പൊതുരംഗത്തേക്ക് വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നത് പോലെയാണ്. പരാമർശം തന്റെ മനസ്സിനെ ആകെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടെയാണ് യു പ്രതിഭ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കിലാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാളിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. പൊതുപ്രവർത്തകയായതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണെന്ന് പരാമർശത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ലീഗ് നേതാവിൻ്റെത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും കുറ്റകൃത്യമാണെന്നും മാപ്പപേക്ഷിച്ച് രക്ഷപ്പെടാനാകില്ലെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. അതിനിടെ യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഇർഷാദ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ലെന്നും തന്റെ പ്രസ്താവനയെ അത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമാണ് ഇർഷാദിന്റെ വാദം. തന്റെ പരാമർശം ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും ഇർഷാദ് വ്യക്തമാക്കി. ഞാൻ പ്രസംഗിച്ചതായി ചില സോഷ്യൽ മീഡിയകളിലും ചില വിഷ്വലിലുമൊക്കെ വന്ന ഒരു പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രസംഗം, എൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ടുള്ള ഒരാളിനും അത്തരത്തിലൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സ്ത്രീകളെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ വിശ്വാസ്യത തന്നെ
ചോദ്യം ചെയ്യപ്പെടുന്നതായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന നിരീക്ഷണവും വിവാഹിതയായ യുവതി എന്തിന് രാഹുലിനെ താമസസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയെന്ന ചോദ്യങ്ങളും പ്രതിക്ക് അനുകൂലമായതാണ്. ഇതോടെയാണ് ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കിയത് പരാതിക്കാരിക്ക് ആശ്വാസമാണ്. വിചാരണയെ ബാധിക്കുന്നതാണ് പരാമർശമെന്ന ഹർജിക്കാരിയുടെ വാദം അംഗീകരിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. എന്നാൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇടപെട്ടിട്ടില്ല. വിചാരണയെ ബാധിക്കുന്നതാണ് പരാമർശമെന്ന പരാതിക്കാരിയുടെ വാദം അംഗീകരിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ്. പരാതിക്കാരിയുടെ ഹർജി കോടതി തീർപ്പാക്കി. ജസ്റ്റിസ് MM സുന്ദരേശ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹൈക്കോടതി ഉത്തരവിലെ 4 ഖണ്ഡികകൾ നീക്കം ചെയ്തിട്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്ന ഖണ്ഡിക ഉൾപ്പെടെയാണ് നീക്കിയത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതമില്ലായിരുന്നുവെങ്കിൽ വിവാഹിതയായ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തില്ലെന്നും അദ്ദേഹത്തിനോടൊപ്പം പാലക്കാടേക്ക് പോകില്ലായിരുന്നുവെന്നും ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചിരുന്നു. ഇതുൾപ്പെടെ ഹൈക്കോടതി വിധിയിലെ 17, 18, 20, 21 ഖണ്ഡികകളാണ് സുപ്രീം കോടതി നീക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയക്കാതെയാണ് കോടതി നടപടി. അതേസമയം മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് കഞ്ചാവും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. 40 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 579 ഗ്രാം കഞ്ചാവുമാണ് എക്സൈസ് പിടിച്ചെടുത്തത്. പശ്ചിമബംഗാൾ സ്വദേശിയായ സുബ്രത്, കരീം സേഖ് എന്നിവരാണ് അറസ്റ്റിലായത്. +2 ബയോളജി പരീക്ഷാ ചോദ്യപേപ്പർ കോപ്പിയടിച്ചതാണെന്ന് പരാതി. ടുഗെദർ വിത്ത് ബയോളജി എന്ന ഗൈഡിൽ നിന്നും ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നും അതേപടി പകർത്തി എഴുതിയതാണ് ചോദ്യങ്ങൾ എന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം. ചില ഞരമ്പ് രോഗികളുണ്ട്. പല രീതിയിലാണ് അവരുടെ ലൈംഗിക വൈകൃതം പുറത്തു വരുന്നത്. വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാട്ടും, നഗ്നത പ്രദർശിപ്പിക്കും, ലൈംഗിക ചേഷ്ടകൾ കാണിക്കും. കുട്ടിക്കാലം മുതൽ ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതാണ് വയനാട് തരിയോട് സ്വദേശിയായ യദുകൃഷ്ണൻ എന്ന 18-കാരൻ്റെ രീതി. 2025 ഒക്ടോബറിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ യദുവിനെ പിടികൂടിയെങ്കിലും അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. എന്നാൽ ഇയാൾ കഴിഞ്ഞ ദിവസം സമാനമായ കുറ്റകൃത്യം ആവർത്തിച്ചതോടെ വീണ്ടും പരാതി. അങ്ങനെ കേസിൽ യുവാവ് പോലീസിൻ്റെ പിടിയിലുമായി. ചെറുപ്പം മുതൽ ഇങ്ങനെ സ്വഭാവ വികൃതം കാണിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്തതും കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങളും ഒക്കെയാണ് പലരെയും ഇങ്ങനെയുള്ള ക്രിമിനൽ ചിന്താഗതിക്കാരാക്കി മാറ്റുന്നത്. അവരെ പിടിച്ച് ജയിലിലിട്ടാലും നന്നാകുമെന്നറിയില്ല. പകരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.